അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 8ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദ്ദർസുസ്സാമിൻ 8ാമത്തെ പാഠം ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക്. നാം ഈ പാഠത്തിൽ ഒരു സംഭാഷണമാണ് പഠിക്കുന്നത്. ആർക്കിടയിലുള്ള സംഭാഷണമാണ്? അബ്ദുൽ വാഹിദിനും അബ്ദുൽ ഹക്കീമിനും ഇടയിലുള്ള സംഭാഷണം. ഈ സംഭാഷണം അറബിയിലായതുകൊണ്ട് ഈ സംഭാഷണത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് എളുപ്പമാകുകയുള്ളൂ. അപ്പൊ നോക്കൂ. അബ്ദുൽ വാഹിദ്: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അബ്ദുൽ ഹക്കീം: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ വാഹിദ്: ഇലാ ഐന അന്ത, അതായത് നീ എങ്ങോട്ടാണ്? അബ്ദുൽ ഹക്കീം: ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക്. ഇലാ ഐന അന്ത, നീ എങ്ങോട്ടാണ്? അബ്ദുൽ വാഹിദ്: ഇലൽ ബൈത്ത്, വീട്ടിലേക്ക്. അബ്ദുൽ ഹക്കീം: മതാ തസ്ലുൽ മസ്ജിദ, നീ എപ്പോൾ പള്ളിയിലെത്തും? അബ്ദുൽ വാഹിദ്: ഇൻഷാ അല്ലാഹ് ബഅദ ബുർഹ, അല്പസമയത്തിന് ശേഷം. ഇൻഷാ അല്ലാഹ് അല്പസമയത്തിന് ശേഷം. അബ്ദുൽ ഹക്കീം: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അബ്ദുൽ വാഹിദ്: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാർക്ക് ഈ സംഭാഷണത്തിന്റെ അർത്ഥം മനസ്സിലാകില്ലേ? നമുക്കിനി തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖറഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക്. ഇലാ ഐന, എങ്ങോട്ട്? മത, എപ്പോൾ. അന്ത, നീ. ബഅദ ബുർഹത്തിൻ, അല്പസമയത്തിന് ശേഷം. ബൈത്തുൻ, വീട്. ഷാ അല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ. തസിലു, നീ എത്തും. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുക്മിലുൽ ഹിവാർ, സംഭാഷണം പൂർത്തിയാക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് ഒരു ചെറിയ സംഭാഷണം കൊടുത്തിരിക്കുന്നു. ഇതിൽ വിട്ടത് നമ്മൾ പൂരിപ്പിക്കണം. ജഅഫർ: ഇലാ ഐന അന്ത, നീ എങ്ങോട്ട്? ജഅഫർ ചോദിക്കുന്നതിന് മുഹ്സിന്റെ മറുപടി എന്തായിരിക്കും? അതെ, നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഇലൽ മസ്ജിദ്. ഇലാ ഐന അന്ത, അതായത് പള്ളിയിലേക്ക്. നീ എങ്ങോട്ടാണ്? ജഅഫർ: ഇലൽ മദ്രസ, മദ്രസയിലേക്ക്. മുഹ്സിൻ: മതാ തസിലുൽ മദ്രസ, നീ എപ്പോൾ മദ്രസയിലെത്തും? ജഅഫർ: ഇൻഷാ അല്ലാഹ് ബഅദ ബുർഹ, ഇൻഷാ അല്ലാഹ് അല്പസമയത്തിന് ശേഷം. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം തുൻശഉൽ ജുമല കമാ ഫിൽ മിസാൽ, അതായത് ഉദാഹരണത്തിലുള്ളതുപോലെ വാക്യങ്ങൾ ഉണ്ടാക്കുക. ബ്രാക്കറ്റിൽ നോക്കൂ. സൂഖ്, അങ്ങാടി. മൽഅബ്, കളിസ്ഥലം. ഫസൽ, ക്ലാസ് റൂം. മദ്രസ, ഈ 4 സ്ഥലങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇലാ ഐന അന്ത, അതായത് നീ എങ്ങോട്ടാണ് എന്ന ചോദ്യത്തിന് ഇലൽ മസ്ജിദ് എന്ന് ഉത്തരം തന്നിരിക്കുന്നു. ഇലൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക്. ഇലാ ഐന അന്ത എന്ന ചോദ്യത്തിന് നമുക്ക് ഈ ബ്രാക്കറ്റിലുള്ള 4 ഉത്തരങ്ങളും എഴുതാം. ഇല ഡാഷ്, അവിടെ നമുക്ക് സൂഖ് എന്ന് പൂരിപ്പിക്കാം. ഇല സൂഖ്, അങ്ങാടിയിലേക്ക്. ഇലൽ മൽഅബ്, കളിസ്ഥലത്തേക്ക്. ഇലൽ ഫസൽ, ക്ലാസ് റൂമിലേക്ക്. ഇലൽ മദ്രസ, മദ്രസയിലേക്ക്. മനസ്സിലാകില്ലേ? ഇനി അടുത്ത ബ്രാക്കറ്റ് നോക്കൂ. ഫസ്ല, മസ്ജിദ, സൂഖ, മൽഅബ എന്ന് കൊടുത്തിരിക്കുന്നു. മതാ തസിലുൽ മദ്രസ, അതായത് നീ എപ്പോൾ മദ്രസയിലെത്തും എന്നാണ് ചോദ്യം. ഇൻഷാ അല്ലാഹ്
ബഅദ ബുർഹ. ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനു ശേഷം. മദ്രസ എന്നതിന് പകരം ഈ ബ്രാക്കറ്റിൽ കൊടുത്ത 4 വാക്കുകൾ അല്ലെങ്കിൽ 4 സ്ഥലങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. മത്താ തസിലുൽ ഫസ്ല, നീ എപ്പോൾ ക്ലാസ് റൂമിലെത്തും? ഇൻഷാ അല്ലാഹ് ബഅദ ബുർഹ, ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനു ശേഷം. അടുത്തത് മത്താ തസിലുൽ മസ്ജിദ, നീ എപ്പോൾ പള്ളിയിലെത്തും? ഇൻഷാ അല്ലാഹ് ബഅദ ബുർഹ. അടുത്തത് മത്താ തസിലുസ് സൂഖ, നീ എപ്പോൾ അങ്ങാടിയിലെത്തും? ഇൻഷാ അല്ലാഹ് ബഅദ ബുർഹ. മത്താ തസിലുൽ മൽഅബ, നീ എപ്പോൾ കളിസ്ഥലത്തിലെത്തും? ഇൻഷാ അല്ലാഹ് ബഅദ ബുർഹ. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.